മറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ ഫാദർ എന്നോടുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനാണെന്നുള്ളതാണ്. ഒരു ഇൻസ്പെക്ടറായിട്ട് ആ ഒരു രീതിയിൽ വരണം എന്നൊക്കെ ആയിരുന്നു. അതെങ്ങനെ അച്ഛനൊരു പെട്ടെന്ന് മോനെ വേറെ ആരും നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാരും ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോ അച്ഛൻ എവിടെ നീ പോലീസുകാരനെ കിട്ടി? മേ ബി ഞാൻ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അച്ഛന് തോന്നിയിട്ടുണ്ടാവണം. നിന്റെ രൂപം ലുക്ക് കണ്ടിട്ട് ഒരു പോലീസ് എൻ്റെ എന്നുള്ളത്. ഗ്രാൻഡ് ഫാദർ അധികാരിയായിരുന്നു. ഓക്കെ. അപ്പൊ അന്നൊരു പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഉം. അപ്പോൾ അന്നെപ്പോഴും എന്നോട് ഒരു പോലീസിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ, ഒരു ഇൻസ്പെക്ടറായിട്ട് വരണമായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്കതിനോട് താല്പര്യമില്ല. എനിക്ക് ബിസിനസ്സിനോടും കളികളോടാണ് എൻ്റെ താല്പര്യമായതുകൊണ്ട് ഞാൻ ആ മേഖല ചിന്തിച്ചിട്ടേ ഇല്ല. ആ. പിന്നീട് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഫാദറിന് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. വർക്ക് ചെയ്യുന്നതിനോടോ? അതെ. ഓ, വർക്ക് ഓക്കെ. ചെയ്യുന്ന മേ ബി ഞാൻ അന്ന് ദുബായിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നീട് പോലീസ് മാറി ദുബായി ആയി മാറി. അച്ഛന് അച്ഛന്. അച്ഛൻ ഉം. ആഗ്രഹം. ഓക്കെ. ആ, പിന്നെ ആ ഒരു പ്രായത്തിൽ എല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്നു, അതെ. റിച്ച് ആവുന്നു. അങ്ങനെ ഒരു കൾച്ചറിന്റെ ഒരു സമയമാണല്ലോ. അതെ. അതിന് ഞാന് നിന്നില്ല. വഴങ്ങിയില്ല എന്നാണ് സത്യം. ഓക്കെ. അപ്പളാണ് ഞാനിങ്ങനെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഉം. ജോയിൻ ചെയ്തപ്പോ എപ്പളും എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് വൈ കാൻട്ട് യു സ്റ്റാർട്ട് ഓൺ വെഞ്ചർ? ഉം. നിനക്ക് ഇത്രയും കഴിവില്ലേ? ഇങ്ങനെ ഇങ്ങനെ എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ഉം. ചെയ്തിരുന്നു. ഉം. എന്നോട് ഇങ്ങനെ ചോദിക്കുക, ഞാൻ അത്ര മൈൻഡ് ആക്കലില്ല.